എന്തൊരു തണുപ്പ്! ഈ തലക്ക് കാവൽ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? ഈ മനുഷ്യൻ 3-ാം ദിവസം ഉയർത്തി നിൽക്കുന്നു പ്രവചിച്ചിട്ടുണ്ട്. അതിന് നമ്മളെന്ത് ചെയ്യാനാണ്? അയാൾ മരിച്ചുപോയില്ലേ, ഇനി എങ്ങനെ ഉയർത്താനാണ്? എടാ, അവിടെ കുറെ ശിഷ്യന്മാരില്ലേ, അവന്മാര് വന്ന് അവന് ശരീരം അടിച്ചു മാറ്റിയിട്ട് അവൻ ഉയർത്തുന്നവൻ നമുക്ക് നാണക്കേടല്ലേ? പിന്നെ അവന്റെ ശരീരം കുറവ് നടക്കാൻ ഒരുത്തനും നേരം വരില്ല. എനിക്ക് ഉറക്കം വന്നു. നീ ഈ നീതി വിളങ്ങാൻ കിടന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് സമാധാനം. ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ പോയി. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് അതിൽ അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തു. അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ നിറങ്ങുന്നത് മരിച്ചവരെ കൂടിയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഇതാ, ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു.